പ്രവാസികൾ എന്നാൽ ദുബായിൽ ഗൾഫ് പോയിട്ട് കായ് ഉണ്ടാക്കണവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒന്നിൻ്റെയും കുറവില്ല. പക്ഷെ നമ്മൾ ചെറുതായി ചിന്തിക്കരുത്, വലുതായി ചിന്തിക്കണം. നമുക്ക് പലപ്പോഴും ചെറുതായി ചിന്തിക്കുന്നു എന്നത് ചെറുതാവുന്നതിൻ്റെ കാരണമാണ്. ഞാൻ എത്ര വിഷയം മാറണ്ടെന്ന് കരുതിയാലും ചിലതിന് പറയേണ്ടി വരികയാണ്. അങ്ങനെയാണ്. എപ്പോഴും വലുതായി ചിന്തിക്കണം. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യം കിടക്കുന്നുണ്ടെന്നാണ്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാനൊരിക്കൽ കോഴിക്കോട് നിന്ന് പാലക്കാട് അപ്പുറം കൊയിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒലവക്കോട് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് പള്ളിയിൽ ളുഹുറും അസറും കൂടി ജമ്മാക്കി നിസ്കരിക്കാൻ വേണ്ടി അസറിന്റെ വക്തിൽ കയറി, ജമാഅത്ത് കഴിഞ്ഞിട്ട് കയറി. അപ്പൊ എൻ്റെ കൂടെ കോളേജ് പഠിച്ച ഒരാളാണ് പള്ളിക്കത്തെ ഖത്തീബ്. അപ്പൊ എന്നെ കണ്ടേക്കിന് വലിയ സന്തോഷമായി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞേക്കിന് തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു ചായയും നെയ്യപ്പും കൊടുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതിങ്ങനെ കുടിക്കണേൻ്റെ ഇടയിൽ പ്രായമായ ഒരാൾ അങ്ങോട്ട് കയറി വന്നു. അപ്പൊ പള്ളിക്കത്തെ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെ മഹലിന്റെ വൈസ് പ്രസിഡന്റ് എന്നാണോ ജോയിന്റ് സെക്രട്ടറി എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, മഹലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് വന്നത്. ഇവിടുത്തെ എല്ലാ ദീനി കാര്യങ്ങൾക്കും നന്നായി സഹായിക്കുന്ന ഒരാളാണ്. അയാൾക്കൊരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ. എന്താ ഞാൻ പറഞ്ഞത്? രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവട്ടോ. ഇത് മനസ്സിലായാലേ, അതായത് 8 ദിവസം ആശുപത്രി കടന്ന് ഡിസ്ചാർജായി വന്നാലേ 9ാമത്തെ ദിവസം എത്ര വെയ്യെങ്കിലും രാവിലെ ഒന്ന് സുലൈമാൻ കാക്കാന്റെ പീടിയേക്ക് ചായ കുടിക്കാൻ പോകും. എന്തിന്? 8 ദിവസം ആശുപത്രിയിലായിരുന്നു എന്ന് പറയാനേ. രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട്. കല്യാണ നിശ്ചയത്തിന് എല്ലാരും കൂടി ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഇതാ ഒന്ന് മധുരമില്ലാത്ത ചായ എടുത്തോളി എന്ന് പറഞ്ഞ കേട്ടാ തോന്നും ഇതേതാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് എന്ന്. അതൊന്നും അങ്ങനെ ഉറക്കം പറയാൻ പാടില്ല. രോഗം പരമാവധി മറച്ചു വെക്കലാണ് യഥാർത്ഥത്തിൽ രീതി. അല്ലാതെ രോഗത്തിൽ ഒരിക്കലും അഭിമാനം കാണാൻ പാടില്ല. രോഗത്തിൽ അഭിമാനിച്ചാൽ രോഗിയായി എല്ലാ കാലവും തുടരും. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ആശയം. ഇത് മനസ്സിലായാലാണ് അടുത്തത് മനസ്സിലാകുക. ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ഫക്കീറായി തുടരണം എന്ന ആഗ്രഹം കിടപ്പുണ്ട്. അതായത് 25 അന്ന്, റമദാൻ മാസത്തിലെ 25 അന്ന് സക്കാത്ത് പിരിക്കാൻ വേണ്ടി പോയി. കുറെ ആൾക്കാരെ കണ്ട് സക്കാത്തൊക്കെ വാങ്ങി. അങ്ങനെ കിട്ടിയതിന് ശേഷം ബാത്റൂമിൽ കയറിയിട്ട് മെല്ലെ ഇങ്ങനെ എണ്ണി നോക്കി എത്ര ഉണ്ട് എന്ന്. കരുതി അത്ര ഇല്ല. അപ്പൊ അതിങ്ങനെ കീശയ്ക്ക് വെച്ചപ്പോ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, പടച്ചോനെ ഈ കൊല്ലത്തെ 25 കൊറോണ നക്കിയല്ല, അടുത്ത കൊല്ലത്തെ 25 കുറച്ച് തോന സക്കാത്ത് തരണേ അല്ലാന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അടുത്ത കൊല്ലത്തെ 25 ഇന്ന തെണ്ടിയാക്കണേ എന്നല്ല അതിന്റെ അർത്ഥം. ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യം കിടപ്പുണ്ട്. നേരെ തിരിച്ചാഗ്രഹിക്കണം, അല്ലാഹുവേ ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ 25 എനിക്ക് സക്കാത്ത് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായി, അടുത്ത കൊല്ലത്തെ 25 കുറച്ച് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം എനിക്ക് തരണേ റബ്ബേ എന്ന് ചോദിച്ചാല് ആടാ ഈ അതിനാത്രൊക്കെ ആയോ എന്ന് പടച്ചോൻ ചോദിക്കൂല. അടുത്ത കൊല്ലത്തെ 25 കൊടുക്കാനുള്ള അവസരം നിനക്ക് നൽകുന്നവനാണ് അല്ലാഹു തആല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. ഏത് വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണോ
എനിക്ക് സക്കാത്ത് നൽകാതിരിക്കലാണ് എനിക്ക് ഇഷ്ടം എന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ആ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ആദ്യമായി കാർ വാങ്ങിയിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദരിദ്രരാവാൻ ആഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിലും ആശിഖായ മനുഷ്യൻ ഫക്കീറാവൂല എന്നാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിലെ ഏറ്റവും വലിയ മുതല് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് അതൊരു മനുഷ്യന്റെ കൈവശമുണ്ടെങ്കിൽ അവൻ ഫക്കീറായി തീരൂല എന്നാണ്. ആശിഖ് ഒരിക്കലും ഫക്കീറാവൂല. എന്തേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന് വിളിച്ചു പറയേണ്ട കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കക്കാരനാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല, മക്കയിൽ നിന്ന് 2 കയ്യും വീശി മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഫണ്ട് പിരിക്കാൻ വഅദ് പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എന്റെ വക തരാം നബിയേ എന്ന് പറഞ്ഞു. ഈ 100 ഒട്ടകം ഉണ്ടല്ലോ, 100 ഒട്ടകം അന്നത്തെ വലിയ സംഖ്യ. എല്ലാ കാലത്തെയും സംഖ്യ ഒരേ മാതിരിയല്ല. ഇപ്പൊ ഈ കൂട്ടത്തിലൊക്കെ വയസ്സായ പലരും 100ന്റെ നോട്ട് കാണാൻ ആഗ്രഹിച്ചവരുണ്ടായിരിക്കും. ഞാൻ സ്കൂൾക്ക് പോയി നന്നേ ഒരു ലോട്ടറി വിൽക്കുന്ന ആള്, ഒരു ലോട്ടറി കച്ചവടക്കാരൻ അനൗൺസ് ചെയ്ത് കേട്ടത് ഓർമ്മയുണ്ട്. ഒരു ലോട്ടറി കച്ചവടക്കാരൻ സൈക്കിളും അങ്ങനെ ചെറിയൊരു മൈക്കൊക്കെ വെച്ചിട്ട് അന്ന് അങ്ങനെയാണ് അനൗൺസ് ചെയ്യാണ്. 2 റുപ്യ മുടക്കിയാല് ലക്ഷക്കണക്കിന് രൂപ നാളെ നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മക്ക് കിട്ടാന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നിയിട്ട് അവസാനം പറയാണ് 1,00,000 രൂപയും ഒരു മാരുതി കാറും നാളെ നിങ്ങൾക്കാണ്. ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത 1,00,000 രൂപയും മാരുതി കാറും നാളെ നിങ്ങൾക്കാണ്. ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത 1,00,000 റുപ്യ ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ 1,00,000 തികയിലായിക്കൂടെ, കുറച്ചുകൂടി കൂട്ടണം. എന്താ സംഭവം? അന്നത്തെ വലിയ സംഖ്യയാണ് 1,00,000. അവിടുന്നാണ്ട് 1400 കൊല്ലം ബാക്ക് പിടിച്ചാൽ അന്നത്തെ വലിയ സംഖ്യയാണ് 100. അതാണ് 100 ഒട്ടകം ഞാൻ തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് പുതിയ ഹൈവേ വരുന്നതിന്റെ വക്കത്ത് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ട് വിറ്റതേക്കാരം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഊരമ്മ 2 കാല് മാത്രം വെച്ചിട്ടിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നുപോയ മുഹാജിറാണ്. പിന്നെന്തേ കൊടുക്കാൻ മാത്രം ഉണ്ടായി? ആശിഖായ മനുഷ്യൻ ഫക്കീറാവൂല എന്നുള്ളതാണ് കാരണം. ആശിഖായ കാരണം എന്തേ? ദുന്യാവിലെ ഏറ്റവും വലിയ സമ്പത്ത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സത്യത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മള് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു 3ാമത്തെ അടയാളം തെരഞ്ഞിട്ട് കണ്ടില്ല. അവസാനം ഒരു സ്വഹാബി മരണപ്പെട്ടു. അവിടുന്ന് എന്തായാലും നബി തങ്ങൾ കുപ്പായ അയക്കും. കാരണം നബി തങ്ങൾ ഖബറളക്കാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യത്ത് കുളിപ്പിക്കാണ്ട്, കഫൻ ചെയ്യാണ്ട്, ഖബർ കറക്കാണ്ട് എല്ലാം ഉണ്ട്. അവിടുന്ന് എന്തായാലും നബി തങ്ങൾ കുപ്പായം കഴിക്കുമെന്ന് തോന്നിയ സൽമാനുൽ ഫാരിസി ഖബർ കളക്കണേന്റെ അടുത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കി, കുപ്പായം കഴിക്കുന്നുണ്ടോ, അതിന്റെ ഇടയിൽ കൂടെ കാണാണ്ടോന്ന്. കാണാനില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി, കാണാണ്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ മറവ് ചെയ്യൽ കയ്യോളം നോക്കി, കണ്ടില്ല. എല്ലാരും ഇങ്ങനെ പിരിയാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, സൽമാൻ അല്ലേ ആ നിൽക്കണത് എന്ന് ചോദിച്ചു. അതിന് മുമ്പ് പരിചയപ്പെട്ടിരുന്നില്ല കേട്ടോ, 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല. സൽമാൻ അല്ലേ അത് എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ദേശം അടുത്തേക്ക് കുപ്പായത്തിന്റെ കുലുക്കഴിച്ചിട്ട് ഇതല്ലേ ഇജ്ജ നോക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
وأشهد أن محمد رسول الله.